ഹലോ ഡി സ്റ്റുഡൻസ്, ഹിന്ദി സെക്കൻഡ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായി വരുന്ന ജസ് ഗലി മേ मैं रहता हूं എന്ന പാഠത്തിൻ്റെ ഒരു മലയാളം വേർഷൻ ഫോളോ അപ്പ് വീഡിയോ ആണ് നിങ്ങൾക്കായി ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചതുപോലെ ഇതൊരു ഡയറിയാണ്. അപ്പോൾ ഡയറി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ഡയറിയിൽ ഒരു ദിവസത്തെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തി ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഡയറിയിൽ ഉണ്ടായിരിക്കുക. ഈ ഡയറി എഴുതിയിരിക്കുന്നത് മിർസ ഗാലിബ് എന്നു പേരുള്ള അറിയപ്പെടുന്ന ഒരു ഉറുദു കവിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ്. സോ ആ ടൈമിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന, ഫോറിനേഴ്സ് ആൻഡ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. സോ ഈ ഡയറി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഡയറി ആയിട്ട് കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയറിയിൽ അദ്ദേഹം ഒരുപാട് പേരെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുന്ന ചിന്തകൾ, ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരൊറ്റ ഡയറി, ഒരു ദിവസത്തെ ഡയറി എന്ന് പറയുന്ന ഈ ഡയറിയിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതിയ ആളുടെ പേര് മിർസ ഗാലിബ് എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു ഡയറി വേർഷൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആൾ കൈലാഷ് നാരദ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം അനുവാദക് ഡോക്ടർ കൈലാഷ് നാരദ് എന്ന പേര് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ ചാപ്റ്ററിൻ്റെ ആ ഒരു ഹെഡിങ് പേരിലേക്ക് പോവുകയാണ്. ജിസ് ഗലി മേ मैं रहता हूं എന്ന് വെച്ചാൽ ഏത് തെരുവിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് തുടങ്ങുന്നതാണ്. അതായത് ഈ ഹെഡിങ്ങിന് വലിയൊരു പ്രാധാന്യമില്ല, കാരണം ഈ ഡയറിയിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് ഇവിടെ ഹെഡിങ് ആയി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊരു ഡയറിയാണ്. അപ്പോൾ ഡയറിയുടെ ആ ഒരു ഫ്ലോയിലായിരിക്കും നമ്മുടെ ചാപ്റ്റർ പോകുന്നത്. നോക്കാം. फर्स्ट पैराग्राफ. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. उन्होंने गरीबों के घर भी जला दिए. എന്താണ് പറയുന്നത്? സോ അന്നത്തെ അവസ്ഥയാണ്. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. ബ്രിട്ടീഷുകാർ ദില്ലി മേ ആത്തെ ഹി, ഡൽഹിയിൽ വന്ന ഉടൻ തന്നെ സീധേ സാധേ ലോകോങ്കോ മാർന ശുരു കർ ദിയ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മാർന, കൊല്ലാൻ തുടങ്ങി. ശുരു കിയ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ്, കൊല്ലാൻ തുടങ്ങി എല്ലാവരെയും. ഉൻഹോനെ ഗരീബോം കെ ഘർ ബി ജലാ ദിയെ, ഗൗരോം കെ ഡർ സെ ദില്ലി വാലോ മേ ഭഗ്ദഡ് മച്ച് ഗയി. അങ്ങനെ ഗൗരോം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെയാണ് സൂചിപ്പിക്കുന്നത്. ഗൗര എന്ന് പറഞ്ഞാൽ വെള്ള കളറാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗൗരോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ്. ഇപ്പോൾ ബഹുവചനത്തിൽ എന്താണ്? വെള്ളക്കാരെന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരെ വെള്ളക്കാരെന്നാണോ പറയാം? ഓക്കെ. अपनी अपनी जान बचाकर वे भाग निकले. അങ്ങനെ दिल्ली वालों में भगदड़ मच गई और वह सारे लोग अपनी अपनी जान बचाकर भाग निकले. അങ്ങനെ എല്ലാ ആൾക്കാരും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭാഗ് നിക്കലെ, ജീവൻ രക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. ഭാഗ് നിക്കലന മീൻസ് ഓടി പുറത്തേക്ക് പോവുക, അതായത് ആ ഒരു ഏരിയയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. जिस गली में मैं रहता हूँ उसमें सिर्फ 10-12 घर थे. ജിസ് ഗലി മേ मैं रहता हूँ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തലക്കെട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ജിസ് ഗലി മേ मैं रहता हूँ उसमें सिर्फ 10-12 घर थे. അപ്പോൾ നമ്മുടെ മിർസ ഗാലിബിൻ്റെ സ്ട്രീറ്റ്, അദ്ദേഹം ജീവിച്ചിരുന്ന തെരുവിൽ ഉസ്മേം സിർഫ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നാണ്. സിർഫ് 10-12 घर थे, അതായത് ഒരു 10-12 വീടുകൾ മാത്രമുള്ള ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് നമ്മുടെ ഗാലിബിൻ്റെ ആ ഒരു ഫാമിലി ആൻഡ് അവരുടെ സ്ട്രീറ്റ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. സോ ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി റാസ്ത ഥ, ആ തെരുവിലേക്ക് കടക്കാൻ ഏക് ഹി റാസ്ത ഥ ഗലി മേ ഘുസ്നെ കാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റിലേക്ക് ഘുസ്ന, കടക്കുക, ഏക് ഹി റാസ്ത ഥ, അവിടേക്ക് ഒരേ ഒരു വഴി, റാസ്ത എന്ന് പറഞ്ഞാൽ വഴിയാണ്. വഹാം കൊയ് കുവാ നഹി ഥ, മറ്റൊരു പ്രത്യേകത, വഹാം അവിടെ, കൊയ് കുവാ നഹി ഥ, അവിടെ ഒരു കിണറൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരുടെ സ്ട്രീറ്റിനകത്ത് കിണർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ജോ ലോഗ് भाग नहीं पाए उन सब ने मिलकर गली का दरवाजा भीतर से बंद कर दिया और वहां पत्थर रख दिया. അപ്പോൾ എല്ലാവരും പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോ ലോഗ് നഹി ഭാഗ് പായേ, ജോ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ആൾക്കാർക്കാണോ ഓടാൻ സാധിക്കാതിരുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാതിരുന്ന ആൾക്കാർ,
उन सब ने मिलकर गली का दरवाजा भीतर से बंद कर दिया. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാർ ആ സ്ട്രീറ്റിൻ്റെ വലിയൊരു ഗേറ്റ് ഉണ്ട്, വലിയൊരു എന്താ പറയുക എൻട്രൻസിലൊരു ഗേറ്റ് ഉണ്ട്, അത് ക്ലോസ് ചെയ്തിട്ട് അടച്ചിട്ട് വഹം പത്ഥർ രഖ്തിയ ഉൻ സബ് നെ മിൽക്കർ എല്ലാവരും കൂടി ചേർന്ന് ഗലി കാ ദർവാസ ഭീത്തർ സെ ബന്ദ് കിയ. ഭീത്തർ എന്ന് പറഞ്ഞാൽ അകത്ത് നിന്നാണ്. അപ്പോൾ എല്ലാവരും ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് അകത്ത് ആ എൻട്രൻസിൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അവരെല്ലാവരും കൂടി കണ്ടില്ലേ, അവിടെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കല്ല് ഉരുട്ടി വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പുറമേ നിന്ന് ആർക്കും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഘറോ മേ ഖാനെ പീനെ കാ ജിतना സാമാൻ ഥാ ധീരെ ധീരെ ഖത്മ ഹോനെ ലഗെ. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഒളിച്ച് താമസിക്കുകയാണ്. ഗ്രാജുവലി അവിടെയുള്ള സാധനങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, ദെൻ വെള്ളം, ഇതൊക്കെ തീരാൻ തുടങ്ങി. എന്താ വെള്ളം തീരാൻ പ്രത്യേക കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഗലിമേ കുവാ നഹി ഥാ, കിണർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ളിൽ അടച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. നോക്കുക, ഘറോ മേ ഖാനെ പീനെ കാ ജിतना സാമാൻ ഥാ, വീടുകളിൽ കഴിക്കാനും കുടിക്കാനുമുള്ള വസ്തുക്കൾ ജിतना സാമാൻ ഥാ, എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, ധീരെ ധീരെ ഖത്മ ഹോനെ ലഗ, മെല്ലെ മെല്ലെ ഭക്ഷണവും വെള്ളമൊക്കെ തീരാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് ധി, വെള്ളത്തിനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റിയാണ്, ലഭ്യതക്കുറവാണ് ദിക്കത്ത് എന്ന് പറഞ്ഞാൽ. വെള്ളത്തിനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ലോഗ് ബഡി സാവധാനി സെ आहिस्ता आहिस्ता उस पानी को पी रहे थे लेकिन आखिरकार वे खड़े भी खाली हो गए. അതൊരു സ്റ്റൈലിഷ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, ലോഗ് ബഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. അവിടെയുള്ള ആൾക്കാർ അഹിസ്ത അഹിസ്ത, വളരെ ശ്രദ്ധയോടെയാണ് അവിടെയുള്ള ഓരോ തുള്ളി വെള്ളവും ഉപയോഗിച്ചത്. ഓർ സാവധാനി സെ, പതുക്കെ ശ്രദ്ധിച്ച്, ആഹിസ്ത ആഹിസ്ത, പതുക്കെ പതുക്കെ സൂക്ഷ്മതയോടുകൂടി ഉസ് പാനി കോ പീ രഹേ ഥേ, അവിടെയുള്ള വെള്ളം അവർ കുടിച്ചു. ലേക്കിൻ ആഖിർക്കാർ, ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, ആഖിർക്കാർ അവസാനം, വേ ഖടേ ബി ഖാലി ഹുകെ, അവസാനം ഉണ്ടായിരുന്ന കുടത്തിലെ വെള്ളവും തീർന്നു. എസ് എം എ ഗലിമെ റഹനെ വാലെ ദോ ദിൻ, എസ് എം എ ഈ ഒരു അവസ്ഥയിൽ ഗലിമെ റഹനെ വാലെ എന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റിൽ താമസിച്ചിരുന്നവർ, അതാണ് ഗലിമെ റഹനെ വാലെ. ദോ ദിൻ ഓർ ദോ റാത്ത് തക്ക് ഭൂക്കെ പ്യാസെ സമയ കാട്ടെ രഹെ. അങ്ങനെ അവർ 2 ഡേയ്സ്, ഇപ്പം നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ 2 പകലുകളും 2 രാത്രികളും അവർ ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ തള്ളി നീക്കി. അപ്പം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 ഡേ 2 നൈറ്റ് എത്രയായി? ഇപ്പോൾ 2 ദിവസങ്ങൾ അവർ ഒന്നും കഴിക്കാതെ ഇരുന്നു എന്നാണ് പറയുന്നത്. ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. ലേക്കിൻ ജബ് പ്യാസ് ബർദാഷ് നെയ് ഹുയി, പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റും, അവർക്ക് എന്ത് പറ്റിയില്ല? പ്യാസ് ബർദാഷ് നെഹി കർ പായി. ബർദാഷ് കർണ മീൻസ് സഹിക്കുക എന്നാണ്. അപ്പോൾ അവർക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. तो परेशान लोगों ने गली का दरवाज़ा खोल दिया. അങ്ങനെ ദാഹം സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ ഗലി ക ദർവാസ ഖോൽ ദിയ, അവർ ആ സ്ട്രീറ്റിൻ്റെ വാതിൽ തുറക്കുകയാണ്. വേ പാനിക്ക് തലാഷ്മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ. വേ അവർ പാനിക്ക് തലാഷ്മേ വെള്ളത്തിന് അന്വേഷിച്ചത്, വെള്ളം തിരഞ്ഞിട്ട്, ബർത്തൻ ലേക്കർ നിക്കൽ പടേ, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രമാണ്, പാത്രമായിട്ട് അവർ പുറത്തിറങ്ങുകയാണ്. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് കഹി നഹി ഥ, പക്ഷെ നോക്കിയപ്പം എവിടെയും അവർക്ക് വെള്ളം, എത്ര ദൂരെ നോക്കിയിട്ടും വെള്ളം കണ്ടെത്താനായില്ല. शोरा बारूद बनाने के काम में आता है. उसी शोरे का पानी जब आसपास मिला तो गली वाले उस पानी को घरों में ले आए. അങ്ങനെ അവർ വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഷോറ ബാരൂദ് ബനാനയ്ക്ക് കാമേ ആത്ത. അവിടെ അവരുടെ ആ ഒരു ഏരിയയിൽ ഷോറ ബാരൂദ് എന്ന് പറഞ്ഞാൽ ഗൺ പൗഡറാണ്. നമ്മുടെ ഈ ഒരു ഫാക്ടറിയിൽ തോക്കിൻ്റെ ആ ഒരു ബുള്ളറ്റിൽ നിറയ്ക്കുന്ന ഒരു കെമിക്കൽ നിറഞ്ഞ ഒരു പൗഡറുണ്ട്. അപ്പോൾ ആ ഒരു ഗൺ പൗഡർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവിടെയുണ്ട്. അപ്പോൾ അതിനാണ് ഷോറ ബാരൂദ് എന്ന് പറയാം. ഇത് ഗൺ പൗഡർ ഒരു പ്രോഡക്റ്റാണത്. और शोरा बारूद बनाने के काम में आता है. उसी शोरे का पानी जब आसपास मिला तो അപ്പോൾ ഉസി ഷോറ, അപ്പോൾ ആ ഒരു ഗൺ പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, ഷോരേക്ക പാനി ആസ്പാസ് മില, ആസ്പാസ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും അവിടുത്തെ ഡ്രെയിനേജുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്ന് ഒഴുകി വരുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഗൺ പൗഡർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലത്തെ വെള്ളമാണ്. അപ്പോൾ ആ ഒരു ഒഴുകി വരുന്ന ഡ്രെയിനേജ് വാട്ടർ അവിടെ എവിടെയെങ്കിലും ആസ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്തെവിടുന്നെങ്കിലും മിലാ തോ ഗലി വാല ഉസി പാനിക്കോ ഖെറോമില്ലേ ആയി, വെള്ളം കിട്ടാത്ത ആൾക്കാർ ആ ഡ്രെയിനേജിൽ നിന്ന് വരുന്ന ആ ഒരു അഴുക്കുചാലിൽ നിന്ന് വരുന്ന വെള്ളം പാത്രങ്ങളിലാക്കിയിട്ട് ഘറിലെ ആയി അവർ വീടുകളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വൈസെ
ജഹറിലെ പാനി കോ പീക്കർ ഹി ഉൻഹോനെ പ്യാസ് ബുझായി. അങ്ങനെയുള്ള ആളുകൾ ജഹറിലെ പാനി വൈസെ എന്ന് പറഞ്ഞാൽ അതായത് ആൾക്കാർ ആ ഒരു സമയത്ത് ജഹറിലെ പാനി കോ പീക്കർ വിഷം നിറഞ്ഞ വെള്ളം കുടിച്ചിട്ടാണ് ആ സമയം ദാഹം ശമിപ്പിച്ചതെന്നാണ് പറയുന്നത്. വ പാനി ഇത്ര കടുവ ഓർ ബദ്ബുദാർ ഥാ. ഇനി ആ വെള്ളത്തെക്കുറിച്ച് പറയാണ്. അവർ കുടിച്ച ആ വെള്ളം വ പാനി ഇത്ര കടുവ എന്ന് പറഞ്ഞാൽ കയ്പ് നിറഞ്ഞത്, ഓർ ബദ്ബുദാർ ദുർഗന്ധമുള്ളത്, കി ലഗ ജैसे कि പാനി നഹി മൗത്ത് പീ രഹേ ഹെ. അപ്പോൾ ആ വെള്ളം കുടിച്ച ഓരോ ആൾക്കാർക്കും ഫീൽ ചെയ്തത് പാനി നഹി അത് വെള്ളമായിരുന്നില്ല, മൗത്ത് പീ രഹേ ഹെ അവരുടെ മരണത്തെ തന്നെ അവർ കുടിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. എന്താ കാരണം? ജഹരീല പാനി അത് എങ്ങനെയുള്ള വെള്ളമായിരുന്നു? ജഹരീല നോട്ട് ചെയ്യണം, അത് വിഷം നിറഞ്ഞ വെള്ളമായിരുന്നു. അപ്പോൾ ആ വിഷം നിറഞ്ഞ വെള്ളത്തിനെ കുടിച്ചപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്തത് എങ്ങനെ? പാനി നഹി മൗത്ത് പീ രഹേ ഹെ അവർ വെള്ളമല്ല കുടിക്കുന്നത്, അവരുടെ സ്വന്തം മരണത്തെ കുടിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫാണ്. ഇതേ സമയത്ത് എക് ദിൻ ബർസാത്ത് ഹുയി ഖൂബ് പാനി ബർസ. ഒരു ദിവസം മഴ പെയ്യുകയാണ്. ഈ അവസ്ഥയിൽ ഖൂബ് പാനി ബർസ ഒരുപാട് മഴ, നന്നായിട്ട് മഴ പെയ്തു. ഹംനെ എക് ചാദർ ബാന്ത്ലി. അപ്പോൾ ഈ ഗാലിബിൻ്റെ ഗലിയിലുള്ള ആൾക്കാർ മുഴുവൻ എക് ചാദർ ഒരു വിരിപ്പ്, ചാദർ എന്ന വിരിപ്പാണ്, ഒരു വിരിപ്പ് എടുത്തിട്ട് അവരുടെ വീടുകളുടെ ആ ഒരു താഴേക്ക് വരുന്ന സ്ലോപ്പിൽ കെട്ടിവെച്ചു. ഒരേക്ക് മട്ക ഉസ്കെ നീച്ചെ റഖ്തിയ ഒരു പാത്രം അതിൻ്റെ താഴെ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം ഇങ്ങനെ മഴവെള്ളം ആ വിരിപ്പിൽ വീണിട്ട് ഫിൽട്ടർ ചെയ്ത് ആ പാത്രത്തിലേക്ക് വരും. സോ ഒന്നുകൂടി നോക്കുക. എക് ദിൻ ബർസാത്ത് ഹുയി ഖൂബ് പാനി ബർസ ഹംനെ എക് ചാദർ ബാന്ത്ലി ഞങ്ങൾ ഒരു വിരിപ്പെടുത്ത് കെട്ടിയിട്ട് എക് മട്ക ഉസ്കെ നീച്ചെ റഖ്തിയ ഒരു പാത്രം അതിൻ്റെ താഴെ വെച്ചു. വഹ് പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ഥി. അവിടെ പറയുന്നു ആ ഒരു വെള്ളം ആയിരുന്നു ഹമാരെ ലിയെ ഞങ്ങൾക്ക് സബ്സെ ബഡി ദൗലത്ത് ഏറ്റവും വലിയ സമ്പത്ത്. ദൗലത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. അപ്പോൾ അന്ന് ആ വിഷം നിറഞ്ഞ വെള്ളം കുടിക്കുന്ന സമയത്ത് അവർക്ക് പെയ്ത് കിട്ടിയ ആ മഴ അത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് അവർ കാണുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു സ്ഥലമാണ്. പാനി കോ ക്യൂം ജഹറില പാനി ക്യൂം ഐസെ ഇസ് അവസ്ഥ മേ കൈസെ വോ ലോഗ് ജീത്തെ ഥേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയണം ആ ഒരു അവസ്ഥ അത് ക്ലിയർ ആയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ശരി, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണെങ്കിൽ അഗ്ലി മുസീബത്ത്. അപ്പോൾ ഓൾറെഡി ഇവർ ബുദ്ധിമുട്ടിൽ ജീവിക്കുകയാണ്. ഇനി അടുത്തൊരു ബുദ്ധിമുട്ട് അവർക്ക് വരികയാണ്. അഗ്ലി മുസീബത്ത് അവിടെ ഒരു ഇയർ പറയുന്നു 5 ഒക്ടോബർ 1857 ആ ഒരു ഡേറ്റിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറയാണ്. എന്താണ് അവർക്ക് വന്ന അടുത്ത ബുദ്ധിമുട്ട്? ജബ് കുച്ച് അംഗ്രേസ് മെരെ ഘർ മേ ഘുസ് ആയേ. അപ്പം നെക്സ്റ്റ് ബുദ്ധിമുട്ടായിട്ട് വന്നത് 1857 ഒക്ടോബർ 5 അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് അവരറിയാണ്ട് കുച്ച് അംഗ്രേസ് മെരെ ഘർ മേ ഘുസ് ആയേ. ഗാലിബിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ബ്രിട്ടീഷുകാർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കയറാണ്. ഉन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार किया. വീട്ടിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ ഇതിനുവിടെ അകത്ത് ഒളിച്ച് താമസിച്ചിരുന്ന ഗാലിബിനെ അറസ്റ്റ് ചെയ്തു. और मेरे दोनों बच्चों ഗാലിബിൻ്റെ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്യണം. और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. വീട്ടുകാരെ അറസ്റ്റ് ചെയ്തു. പടോസിയം എന്ന് പറഞ്ഞാൽ അയൽവാസികളാണ്, അയൽവാസികളെ അറസ്റ്റ് ചെയ്തു. ദെൻ गिरफ्तार करना എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാന്നാണ് മീനിങ്. വഹാം സെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് ഓഫീസർ ഥാ. അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേണൽ ബ്രൗൺ എന്നാണ്, ഓർക്കണം, കേണൽ ബ്രൗൺ. और गिरफ्तार किए गए लोग एक एक करके उसके सामने पेश किए जा रहे थे. അങ്ങനെ അറസ്റ്റ് ചെയ്ത ഓരോ ആൾക്കാരും ഇയാളുടെ മുന്നിൽ ഇങ്ങനെ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. और പിന്നെന്താ പറയുന്നത്? कि ब्राउन का चेहरा सुर्ख था. ഇനി ആ ഒരു ബ്രിട്ടീഷ് ഓഫീസറുടെ ലുക്ക് അല്ല ഔട്ട്ലുക്കിനെ കുറിച്ച് പറയാണ്. वह एक उसका चेहरा सुर्ख था. ബ്രൗൺ का चेहरा, ബ്രൗൺ എന്ന് പറഞ്ഞ ഓഫീസറുടെ ചെഹറ മുഖം സുർഖ് വെളുത്ത മുഖമായിരുന്നു. ആംഖേ ബി ലാൽ ലാൽ थी, കണ്ണുകൾ ഇങ്ങനെ ചുവന്നിരിക്കുന്നുണ്ട്. ഉസ്കി ഊഞ്ചായി 6 ഫുട്ട് സെ ബി ജ്യാദാ थी. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, ഊഞ്ചായി എന്ന് പറഞ്ഞ ഹൈറ്റാണ്, 6 ഫുട്ട്, അതായത് 6 അടിയിലേറെ ഹൈറ്റുള്ള വ്യക്തിയാണ്. ഉസ്നെ മുജ്സെ പൂച്ച. ഇപ്പോൾ വന്ന ഉടനെ ഗാലിബിനോട് നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്, ആപ് ക്യാ കർത്തെ ഹെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചു. സോ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇപ്പോൾ ഗാലിബ് പറയാണ്, മെനെ കഹാ ഉറുദു മേ കവിത ലിഖ്താ ഹു, ഞാൻ ഉറുദുവിൽ കവിത എഴുതാറുണ്ട് എന്ന് അദ്ദേഹം തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. तो तुम पोएट हो. അപ്പം നമ്മുടെ ബ്രൗൺ തിരിച്ചു ചോദിക്കുകയാണ്,
നിങ്ങളപ്പോൾ ഒരു പോയറ്റാണോ? उसने कहा मैंने सिर हिलाकर हामी भारी. അപ്പം പോയറ്റ് ആണോ എന്ന് ചോദിച്ച സമയത്ത്, നിങ്ങളൊരു കവിയാണോ എന്ന് ചോദിച്ചപ്പം ഗാലിബ് എന്ത് ചെയ്തു? मैंने सिर हिलाकर हामी भारी. യെസ്, ഞാനൊരു കവിയാണ് എന്ന് പറഞ്ഞു. ഹാം. मेरे जवाब से ബ്രൗൺ को खुशी हुई. ഈ ഒരു ആൻസർ കേട്ടപ്പം ബ്രൗണിന് വളരെ സന്തോഷമുണ്ടാവുകയാണ്. ദേഷ്യം പിടിച്ചു നിന്ന ബ്രൗൺ പെട്ടെന്ന് കവിയെ കണ്ട സമയത്ത് അയാൾ കാമായിട്ട് മാറുകയാണ്. उसने अपने सिपाहियों को हुक्म दिया, इनको इज्जत के साथ घर वापस छोड़ाओ. അദ്ദേഹം ആ സ്പോട്ടിൽ അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സിനോട് ഓർഡർ ചെയ്യുകയാണ്, മിർസ ഗാലിബിനെ എല്ലാ റെസ്പെക്റ്റോടും കൂടി, ഇജ്ജത്ത് എന്ന് പറഞ്ഞ റെസ്പെക്റ്റാണ്, ഇദ്ദേഹത്തെ എങ്ങനെയാണോ നിങ്ങളിവിടെ കൊണ്ടുവന്നത് അതുപോലെ അല്ലാണ്ട് ഇജ്ജത്ത് കെ സാത്ത് റെസ്പെക്റ്റോടു കൂടി അദ്ദേഹത്തിനെ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവിടാനാണ് പറഞ്ഞത്. तो इज्जत के साथ घर എന്ന് വെച്ചാൽ റെസ്പെക്റ്റോടു കൂടി ഘർ വീട്ടിൽ വാപ്പസ് ഛോഡ് ആവോ തിരിച്ച് കൊണ്ടുവിട്ടിട്ട് വരൂ എന്ന് അദ്ദേഹം ഓർഡർ ചെയ്യുകയാണ്.